السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അവന്റെ പള്ളിയിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്തെ പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1957 ഒക്ടോബർ 7 DMKയുടെ സ്ഥാപകനും തമിഴ്നാട്ടിലെ പ്രഥമ DMK മുഖ്യമന്ത്രിയുമായ അണ്ണാദുരൈ തമിഴ്നാട്ടിൽ ഇസ്ലാമിനെ കുറിച്ചൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെ സുദീർഘമായി ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായി പറഞ്ഞ ചില കാര്യങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം എത്രമാത്രം ആവശ്യമായിരുന്നു, അതിനേക്കാൾ ഇസ്ലാമിന്റെ ആവശ്യകത ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കാരണം 6-ാം നൂറ്റാണ്ടിൽ ബഹുദൈവ വിശ്വാസം മാത്രമാണ് ഇസ്ലാമിനെതിരെ ഉണ്ടായിരുന്നത്. ഇന്ന് പലവിധ സിദ്ധാന്തങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് മനുഷ്യനൊരു രക്ഷയില്ലാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്നൊരു ഘട്ടത്തിലാണ് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇസ്ലാം കേവലൊരു മതം മാത്രമല്ല, ലോകത്ത് നിലനിൽക്കാൻ അവകാശമുള്ള ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമായിരിക്കും. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ലോകത്ത് പല രാഷ്ട്രങ്ങളും ഇസ്ലാമിനെ അതിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയായി സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അണ്ണാദുരൈ തന്റെ പ്രസംഗത്തിലൂടെ പരാമർശിച്ചപ്പോൾ നീരോട്ട എന്ന പേരിൽ അന്ന് തമിഴ്നാട്ടിൽ പ്രസിദ്ധീകരിച്ചിരുന്നൊരു ദിനപത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അച്ചടിച്ചു വന്നു. നീരോട്ട എന്ന് പറയുന്ന പത്രം ശ്രീ അടിയാറിന്റേതായിരുന്നു. അടിയാറിനെ നമുക്കറിയാം, 1935 ജനിച്ച് 87 ഇസ്ലാം സ്വീകരിച്ച അബ്ദുള്ള അടിയാർ എന്ന പേര് സ്വീകരിച്ച തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനും പത്രപ്രവർത്തകനും നാടകകർത്താവുമാണ് ശ്രീ അടിയാർ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ കൂട്ടുകാരിൽ നിന്നും തന്റെ അധ്യാപകരിൽ നിന്നൊക്കെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ അടിയാറിനെ 75 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് 1.5 വർഷം ജയിലിലിടുന്നുണ്ട്. ജയിൽവാസ കാലത്ത് അടിയാർ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയുകയും പുറത്തിറങ്ങി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും
ഇസ്ലാമിനെ കുറിച്ച് വിവിധങ്ങളായ ലേഖനങ്ങളും മറ്റും തന്റെ പത്രത്തിലൂടെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുക ചെയ്യുന്നുണ്ട്. ഞാൻ കാതലിക്കും ഇസ്ലാം എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നാണ് മലയാളത്തിൽ ആ പുസ്തകം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ളതാണ് ഈ പത്രം, നീരോട്ട എന്ന പത്രം. ഈ പത്രത്തിൽ അദ്ദേഹം തുടർ ലേഖനമായി അണ്ണാദുരൈയുടെ പ്രസംഗവും ഒക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചപ്പോൾ വായനക്കാരായ ആളുകൾ ശ്രീ അബ്ദുള്ള അടിയാറിനോട് ചില സംശയങ്ങൾ ഉന്നയിച്ചു, ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. അവർ പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമിനെ ഒരുപാട് പുകഴ്ത്തി പറയുന്നു, അണ്ണാദുരൈയുടെ ലേഖനമൊക്കെ നിങ്ങളുടെ പത്രത്തിൽ അച്ചടിച്ചു വരുന്നു. നിങ്ങൾ ഈ പറയും പോലെ ഇസ്ലാം ഒരു മഹത്തായ ഒരു ആദർശമാണെങ്കിൽ ലോകത്ത് പല രാജ്യങ്ങളും ഇസ്ലാമിനെ അവരുടെ ആശയാദർശമായി ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ സംഘട്ടനങ്ങൾ, യുദ്ധങ്ങൾ, ഒരു രാജ്യത്തോട് ശത്രു യുദ്ധം ചെയ്യുമ്പോൾ ആ ഇസ്ലാമിക രാജ്യത്തെ സഹായിക്കാൻ തയ്യാറാകാതെ മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഇസ്ലാമിനൊരു അപമാനമല്ലേ, ഇസ്ലാമിന്റെ സൽപ്പേരിനെ നഷ്ടപ്പെടുത്തുന്നില്ലേ എന്നാണ് അബ്ദുള്ള അടിയാറിനോട് വായനക്കാര് പങ്കുവച്ച വലിയൊരു സംശയം. നിങ്ങൾ ഈ പറയുന്നത്രയൊന്നും ഇസ്ലാം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? ഇത് ഒരു മുസ്ലിം രാജ്യത്തെ ശത്രു ആക്രമിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ മുസ്ലിം രാജ്യങ്ങൾ പോലും ശത്രുതയിലാണ്. അവർ തമ്മിൽ പോലും യുദ്ധങ്ങൾ നടക്കാറുണ്ട്. ഇതിന് അബ്ദുള്ള അടിയാർ നൽകിയ മറുപടി, ചൈനയും വിയറ്റ്നാമും ചെങ്കൊടി ഏന്തിയ രാജ്യങ്ങളാണ്. രണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ്. അവർ തമ്മിൽ യുദ്ധം നടന്നില്ലേ? അതുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഞങ്ങൾക്ക് കമ്മ്യൂണിസത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അടിയാറിന്റെ ഒരു ചോദ്യമാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചത് ഹിറ്റ്ലറും ചർച്ചിലും തമ്മിൽ, ഇവർ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്. ഇംഗ്ലണ്ട് ഭരിക്കുന്ന ചർച്ചിലും ജർമ്മനി ഭരിക്കുന്ന ഹിറ്റ്ലറും ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ ഇവരുടെ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ? അപ്പൊ ലോകത്തെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് ക്രിസ്തുമതത്തിൽ വിശ്വാസമില്ല, കാരണം ക്രിസ്തുമത വിശ്വാസികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും തമ്മിൽ സംഘട്ടനങ്ങളും കലഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷേത്ര പൂജാരികളൊന്നും ഞങ്ങൾ ഹിന്ദുമതം വെടിയുന്നു, നിരീശ്വരവാദികളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ അത് രാജ്യങ്ങളുടെ യുദ്ധങ്ങളാണ്, അതിൽ മതങ്ങൾക്ക് പങ്കില്ല. അതുകൊണ്ട് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തിനെതിരെ യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കൾക്കെതിരായി ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നില്ല എന്ന് വിചാരിച്ച് അത് ആ മതത്തിന്റെ ഒരു പോരായ്മയായി കാണരുത്. മതങ്ങൾ തമ്മിലല്ല യുദ്ധം, രാഷ്ട്രങ്ങൾ തമ്മിലല്ല യുദ്ധമെന്ന് അബ്ദുള്ള അടിയാർ തന്റെ വായനക്കാർക്ക് മറുപടി കൊടുത്ത കാര്യം അദ്ദേഹം തന്റെ ഞാൻ കാതലിക്കും ഇസ്ലാം എന്ന തമിഴ് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങൾ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഇറാൻ എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ പരമാധികാര രാജ്യത്തേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിസൈൽ വർഷിച്ചതോടുകൂടി ആരംഭിച്ച ഇറാൻ ഇസ്രായേൽ സംഘട്ടനം ഇന്ന് 8 ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇറാൻ പശ്ചിമേഷ്യയിലെ ഒരു പരമോന്നത രാജ്യമാണ്, ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ളൊരു രാജ്യം. 935 ഇറാൻ എന്ന പേര് സ്വീകരിക്കുന്നത്. 954 മുതൽ ഇന്ത്യയുമായി ഇറാനിന് വാണിജ്യ കരാറുകളുണ്ട്. ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇറാൻ. അവിടുത്തെ മതം എന്ന് പറയുന്നത് ഷിയ ഇസ്ലാമാണ്. പാഴ്സി മതക്കാരുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്നത് ഇറാനിലാണ്. ക്രിസ്ത്യാനികളുണ്ട്. ഈ പരമോന്നത രാജ്യത്തേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഇസ്രായേൽ മിസൈൽ വർഷിച്ചതോടുകൂടി ആരംഭിച്ച യുദ്ധം ധാരാളം പരിക്കുകൾ സംഭവിച്ച്, ധാരാളം ബിൽഡിങ്ങുകൾ തകർന്ന്, ഇരുഭാഗത്തും ആൾനാഷ്ടങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നാം ഇവിടെ ജുമയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്താണ് പ്രശ്നം? ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നു, അതാണ് ഇസ്രായേലിന്റെ പരാതി.
ലോകത്ത് 30 ചില്ലാനും രാജ്യങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കുകയും 10ൽ താഴെ രാജ്യങ്ങൾ അണുവായുധമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അണുവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളാണ് 8-9 രാജ്യങ്ങളൊക്കെ. ഇസ്രായേലിന്റെ കയ്യിൽ 450 അണുവായുധങ്ങളുണ്ട്. ഒഫീഷ്യലായി അവർ സമ്മതിച്ചില്ലെങ്കിലും 450 അണുവായുധം സ്വന്തമായി കൈവശം വെച്ച രാജ്യമാണ് ഇസ്രായേൽ. അവരാണ് ഇറാനിൽ അണുവായുധമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പറഞ്ഞ് ഇറാനിനെതിരെ കടന്നാക്രമണം നടത്തുന്നത്. ഇറാനാണെങ്കിലോ 2015 തന്നെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളോടൊപ്പം ജർമ്മനിയും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ അണുവായുധം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് ഒരു കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ. ആ പരിശോധന തുടർന്നു വരുന്നുണ്ട്. ആ പരിശോധനയ്ക്കുള്ള അവസരങ്ങൾ ഇറാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അവിചാരിതമായ, സത്യത്തിൽ അവിചാരിതമല്ല, 1999 മുതൽ കണക്കുകൂട്ടിയിരുന്നൊരു യുദ്ധമാണ്. അന്നേ നെതന്യാഹു പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി. വലിയ നഷ്ടങ്ങൾ രണ്ടു ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇറാഖിലും സംഭവിച്ചത്. സദ്ദാം ഹുസൈൻ അണുവായുധമുണ്ടാക്കുന്നതിന് പേര് പറഞ്ഞാണ് ഇറാഖിനെ കടന്നാക്രമിച്ചത്. അവസാനം ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോ ബ്രിട്ടനും അമേരിക്കയും കൈമലർത്തി ഞങ്ങൾക്ക് അണുവായുധമൊന്നും കിട്ടിയില്ല. ഇനി ആ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പതിറ്റാണ്ടുകൾ എടുത്താൽ പോലും പഴയ അവസ്ഥയിലാകില്ല. ആ രാജ്യത്തെ തരിപ്പണമാണ്. ഇത് തന്നെയാണ് ഇവിടെ ഇറാനിലും ലക്ഷ്യം വയ്ക്കുന്നത്. സത്യത്തിൽ ബദർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ലോകത്തൊരു ഈച്ച പറന്നാൽ ഞങ്ങൾ അറിയാതിരിക്കില്ല എന്ന് അഹങ്കരിച്ച ഇസ്രായേലിന് ഹമാസ് ഒരു തിരിച്ചടി കൊടുത്തു. രണ്ടാമത് ഇപ്പോ ഇറാൻ ഒരു തിരിച്ചടി കൊടുത്തു. ഇപ്പൊ ഭയപ്പാടിലാണ് സത്യത്തിൽ ഇസ്രായേൽ. അബൂജഹൽ മക്കയിൽ നിന്നും ബദറിന് വേണ്ടി പുറപ്പെടുമ്പോ പലരും പറഞ്ഞതാണ് വേണ്ട, യുദ്ധം വേണ്ട. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടല്ലോ, കച്ചവട സംഘം രക്ഷപ്പെട്ടു, ഇനിയൊരു യുദ്ധം വേണ്ട. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, അന്നത്തെ നെതന്യാഹു പറഞ്ഞു, വേണ്ട, നമുക്ക് പോകണം, ബദറിലെത്തണം, കള്ളു കുടിക്കണം, നർത്തകിമാരായ പെണ്ണുങ്ങളുമായി പോയി നൃത്തം ചെയ്ത് മദ്യപിച്ച് ബദറിൽ നമ്മൾ മുഹമ്മദിന്റെ സംഘത്തെ തോൽപ്പിച്ചിട്ടേ മടങ്ങാൻ പാടുള്ളൂ. ഇനി ഒരിക്കൽ നമുക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള നട്ടെല്ല് മുഹമ്മദിന് ഉണ്ടാകരുതെന്ന് പറഞ്ഞ് വീമ്പ് വിളിച്ചു പോയവനാണ് അന്നത്തെ നെതന്യാഹു. സംഭവിച്ചത് ബദറിൽ വെച്ച് 2 കുട്ടികൾ അവന്റെ തലയറുത്തു. അവനെ കൊന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തലയറുത്ത് പ്രവാചകന്റെ മുന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന രംഗമുണ്ട്. ആ നെതന്യാഹുവിന്റെ ചെവിയിലൂടെ ഒരു വള്ളി കയറ്റി മറ്റേ ചെവിയിലൂടെ വലിച്ചെടുത്തിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട് പ്രവാചകന്റെ അടുക്കിലേക്ക്. ആ നെതന്യാഹുവിന്റെ തല അന്നത്തെ അബൂജഹൽ. അവസാനം ആ ബോഡി ഖലീബ് എന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ആ പൊട്ടക്കിണറിന്റെ അരികിൽ നിന്നുകൊണ്ട്, നിങ്ങൾ ജയിച്ചോ? ഞങ്ങൾ ജയിച്ചു. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ജയിക്കുമെന്ന്. ഞങ്ങൾ ജയിച്ചു. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ജയിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് നടന്നോ എന്ന് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അബൂജഹലിനോട് ആ മൃതശരീരത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകം വല്ലാത്തൊരു ഭീതിയിലാണ്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ തന്നെയല്ല, ഒരു യുദ്ധം നമ്മളെയൊക്കെ ബാധിക്കും. യുദ്ധം അകലെ നിന്ന് കാണാൻ നമുക്ക് രസമാണ്. ഒരു പന്ത് കളി കാണുന്ന ആ ഒരു സ്പിരിറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ വലിയ രസമാണ്. പക്ഷെ യുദ്ധം നമ്മുടെ മുറ്റത്തെത്തുമ്പോഴാണ് യുദ്ധം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ നശിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ നാളെത്തിരെടുക്കും. അതിനെത്ര അധ്വാനം വേണം, എത്ര പൈസ വേണം. ഈ മിസൈൽ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങൾ ഇരു രാജ്യത്തും പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ നാളുകളെടുക്കും. അപ്പൊ യുദ്ധമെന്ന് പറയുന്നത് എല്ലാവർക്കും നഷ്ടം തന്നെയാണ്. ഒരു യുദ്ധം ഉണ്ടാകാനല്ല ആഗ്രഹിക്കേണ്ടത്, യുദ്ധം ഒഴിവായി കിട്ടാനാണ് ആഗ്രഹിക്കേണ്ടത്. പക്ഷേ യുദ്ധം ചില സമയത്ത് ചില യുദ്ധങ്ങളിലേക്ക് വന്നുപെടും. 2ാം ലോക യുദ്ധകാലത്ത് അമേരിക്കയും ബ്രിട്ടനും കൂടി ജപ്പാനിൽ ബോംബിട്ടു. അതിനുശേഷം ബ്രിട്ടീഷ് പാർലമെന്റിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മിസ്റ്റർ ഗാളിസ്റ്റൺ അദ്ദേഹം നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇങ്ങനെയാണ്, ഗാളിസ്റ്റന്റെ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്:
രണ്ടാം ലോകയുദ്ധം അവസാനിച്ചു. ജപ്പാനെ നമ്മൾ കീഴടക്കി. നാം ആഗ്രഹിച്ചതൊക്കെ നടന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അറബികളെ നാം വെള്ളം കുടിപ്പിച്ചു. അറബ് രാജ്യങ്ങളെ തുണ്ടം തുണ്ടമാക്കി നാം മുറിച്ചു. അപ്പം മുറിക്കുന്നത് പോലെ മുറിച്ചു. അവരുടെ പെണ്ണുങ്ങളെ നാം മോശക്കാരാക്കി. ഫലസ്തീനെ വിഭജിച്ച് ഇസ്രായേൽ എന്നൊരു രാജ്യം നമ്മൾ ഉണ്ടാക്കി. ഖുദുസിനെ നമ്മൾ ഇസ്രായേൽ ജൂതന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഗ്ലാഡിസ്റ്റന്റെ പ്രസംഗമാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി കയ്യിലെടുത്തിട്ട് ഗ്ലാഡിസ്റ്റൻ പറഞ്ഞു, പക്ഷേ നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കരുത്. ഈ ഖുർആൻ അവരുടെ കയ്യിലുള്ള കാലത്തോളം നമ്മൾ അവരെ ഇനിയും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ഖുർആനിലേക്ക് അവർ തിരിച്ചു വരുന്നൊരു കാലം വരും, അന്ന് നമ്മെ അവർ പരാജയപ്പെടുത്തുമെന്ന് ഗ്ലാഡിസ്റ്റൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ഈ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശത്രുവിനും കഴിയില്ല. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിസ്റ തോൽക്കും, കൈസറും തോൽക്കും. പേർഷ്യ, റോമ എന്ന് പറയുന്ന അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കിസ്റയും തോൽക്കും, കൈസറും തോൽക്കും. ആ സാമ്രാജ്യങ്ങളെ നിങ്ങൾ കീഴടക്കും. പിന്നെ ലോകത്ത് കിസ്റ ഉണ്ടാകൂല, കൈസർ ഉണ്ടാകൂല. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു സാമ്രാജ്യം ലോകാവസാനം വരെ ഉണ്ടാകൂല. അവരുടെ നിധിശേഖരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കും. സഹാബത്തിനോട് പറയാണ്, വല്ലാഹി പടച്ചോനാണ് സത്യം, അവരുടെ നിധിശേഖരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കും. കിസ്റയെയും കൈസറിനെയും തോൽപ്പിച്ച, റോമയെയും പേർഷ്യയും തോൽപ്പിച്ച മുസ്ലിം സമൂഹത്തിന് അമേരിക്കൻ സാമ്രാജ്യം ഒന്നുമല്ല. ഇനി ട്രംപ് എന്ത് വീമ്പളക്കിയാലും അവരെ തോൽപ്പിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ട്. ആയുധത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ ഇന്നേവരെ ജയിച്ചത് നമ്മുടെ അംഗബലം കൊണ്ടല്ല, ആയുധബലം കൊണ്ടല്ല. ഇസ്ലാമിക സമൂഹം ഇന്നേവരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചത് ഈ ഖുർആനിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. വമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, എന്റെ സന്മാർഗത്തെ ആര് പിൻപറ്റിയോ ഫലാ ഖൗഫുൻ അലൈഹിം, അവൻ ലോകത്താരെയും പേടിക്കേണ്ടി വരില്ല. അവൻ അമേരിക്കയെ പേടിക്കണ്ട, ഇസ്രായേലിനെ പേടിക്കണ്ട. എന്റെ സന്മാർഗത്തെ പിൻപറ്റിയാൽ വലാ ഹും യഹ്സനൂൻ, അവരൊട്ട് ദുഃഖിക്കുകയുമില്ല. യുദ്ധാനന്തരം ദുഃഖിക്കേണ്ടി വരില്ല, കാരണം യുദ്ധാനന്തരം അവർ വിജയിച്ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സംഘടിത ബലം, അത് നമ്മുടെ ഖുർആൻ അനുസരിച്ചുള്ള, ദീനനുസരിച്ചുള്ള ജീവിതത്തിലാണ്. ഒരുമിച്ച് നിൽക്കുക, ശത്രുവിനെതിരെ, പൊതുശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക. മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന സഹാബിക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഒരു വാള് സമ്മാനിക്കുന്നുണ്ട്. ആ സഹാബിയുടെ കയ്യിലേക്ക് ഒരു വാളെടുത്ത് കൊടുത്തിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുഹമ്മദ് ബിൻ മസ്ലമ, ഈ വാളുകൊണ്ട് നീ ശത്രുവിനെതിരെ പോരാടിക്കൊണ്ടിരിക്കണം. മുസ്ലിം സമൂഹം ഐക്യത്തിലായിരിക്കുന്ന കാലഘട്ടത്തോളം, ഇസ്ലാമിക സമൂഹം എന്ന അനൈക്യത്തിലാകുമ്പോ അന്ന് നീ വാള് ഒരു കല്ലിൽ തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് വീട്ടിലിരിക്കണം, പിന്നെ യുദ്ധത്തിനിറങ്ങരുത്. ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നത വന്നാൽ യുദ്ധം ജയിക്കില്ല. അവരൈക്യത്തിലായിരിക്കുന്ന കാലഘട്ടത്തിലെ ഇസ്ലാം ജയിക്കൂ, മുസ്ലിമുകൾ ജയിക്കൂ. ഐക്യമാണ് വേണ്ടത്. ഒരു യുദ്ധവേളയിൽ സഹാബത്തിന്റെ സംഘം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരു നദി കടക്കുന്ന സമയം അവരിൽപ്പെട്ട ഒരാളുടെ സഞ്ചി നദിയിൽ വീണുപോയി. ഈ സഞ്ചി എടുക്കാൻ വേണ്ടി സഹാബാക്കൾ ഒരുമിച്ച് മുങ്ങുന്നു, ഒരുമിച്ച് പൊങ്ങുന്നു. നദിക്കര നിന്നുകൊണ്ട് ശത്രുപക്ഷം കാണുകയാണ് ഈ കാഴ്ച. മുസ്ലിമീങ്ങൾ ഒരുമിച്ച് മുങ്ങുന്നു, ഒരുമിച്ച് പൊങ്ങുന്നു. അവരന്വേഷിച്ച് എന്തുപറ്റി മുസ്ലിമീങ്ങൾക്ക്. അപ്പോൾ അവർക്ക് വിവരം കിട്ടി, മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാളുടെ ഒരു സഞ്ചി ഈ നദിയിൽ വീണുപോയി. അതെടുക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് മുങ്ങുന്നു, ഒരുമിച്ച് പൊങ്ങുന്നു. ശത്രു വിചാരിച്ചു, ഒരാളുടെ ഒരു സഞ്ചി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് മുങ്ങുന്നു, ഒരുമിച്ച് പൊങ്ങുന്നു. ഇത്രയും ഐക്യം അവർക്കിടയിലുണ്ടെങ്കിൽ അവരിൽപ്പെട്ട ഒരാളെ നമ്മൾ വകവരുത്തിയാൽ നമുക്കെതിരെ എത്ര ഐക്യം അവരുടെ ഇടയിലുണ്ടാകും. ആ ഒരു സന്ദേശമാണ് ആ യുദ്ധത്തിൽ നിന്ന് ശത്രുക്കളെ പിന്തിരിപ്പിച്ചത്. അതുകൊണ്ട് ഒത്തൊരുമിച്ച് നിന്നാൽ തോൽപ്പിക്കാൻ കഴിയാത്തൊരു സാമ്രാജ്യം ഇന്ന് ലോകത്തില്ല. അമേരിക്കൻ സാമ്രാജ്യം പോലും ഇപ്പൊ നെതന്യാഹു വിറയ്ക്കാൻ തുടങ്ങിയില്ല. അയൺഡോമൊക്കെ തീർന്നുകൊണ്ടിരിക്കുക, ഇറാൻ എപ്പോഴും വിട്ടുകൊണ്ടിരിക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിന്റെയും ജോർഡാനിന്റെയും സിറിയയുടെയും മുകളിലൂടെ 12 മിനിറ്റ് കൊണ്ട് വേണം ഒരു മിസൈൽ ഇവിടെ എത്തിക്കാൻ. തടയാൻ ഇറാഖിലുണ്ട്, ജോർഡാൻ നേരിട്ട് തടയുന്നുണ്ട്. എന്നിട്ട് പോലും ഇത്ര വലിയ വിജയം ഇറാൻ നേടുകയാണ്. ഇത് പറയുമ്പോ
നമ്മൾ ഇറാനിലെ ഷിയ പക്ഷപാതികളല്ല, നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളാണ്. പക്ഷേ ഇപ്പോൾ അത് ഷിയയും സുന്നിയും തിരിക്കേണ്ട സമയമല്ല. ഇപ്പോൾ നമ്മൾ വിളിക്കേണ്ട മുദ്രാവാക്യം ലാ ഷിഇയ്യ വലാ സുന്നിയ ഇസ്ലാമിയ ഇസ്ലാമിയ. ഇപ്പോൾ നമ്മുടെ ഒരു പൊതു ശത്രുവുണ്ട്. സർപ്പത്തിനെ തല്ലാൻ വേണ്ടി ആര് വരുന്നു, ആരെ നമ്മൾ കൂട്ടും? സർപ്പത്തെ തല്ലിക്കൊല്ലണം. ലോകസമാധാനത്തിന്റെ ശത്രുവാണ് ഇസ്രായേൽ എന്ന തമ്മാടി രാജ്യം. അവർക്കെതിരെ ഇറാൻ വന്നാൽ ഇറാൻ നമുക്ക് സ്വീകാര്യമാണ്. അവരുടെ വിശ്വാസത്തോട് യോജിപ്പുണ്ടായതുകൊണ്ടല്ല. ഈ വഞ്ചക സമൂഹത്തെ ലോകം കണ്ട ഏറ്റവും വലിയ ചതിയന്മാരാണ് യഹൂദ സമൂഹം, സയനിസ്റ്റുകൾ. അവരുടെ ചരിത്രം അങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ചതിയുടെ ചരിത്രമല്ലാതെ ഇന്നേ വരെ ജൂത സമൂഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എത്ര അമ്പിയാക്കളെയാണ് അവർ കൊന്നത്? സക്കരിയ നബി അലൈഹി സ്വലാമിനെ, യഹ്യാ നബി അലൈഹി സ്വലാമിനെ എന്തിനാണ് അവർ കൊന്നത്? എത്ര പ്രവാചകന്മാരെയാണ് ഇവർ പീഡിപ്പിച്ചത്? ഇവരുടെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിനെ പോലും എത്രയാണ് ഈ സമൂഹം കഷ്ടപ്പെടുത്തിയത്? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, സത്യവിശ്വാസികളെ ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസയെ ഉപദ്രവിച്ച ഇസ്രായേലികളെ പോലെ നിങ്ങളാകരുത്. മൂസാ നബിയെ ധാരാളം അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരിക്കൽ മൂസാ നബിയെ കുറിച്ച് അവർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വൃഷ്ണവീക്കമുള്ള മനുഷ്യനാണ്. മൂസാ നബി തുണിയെടുത്തേ കുളിക്കുള്ളൂ. ബനി ഇസ്രായേലുകൾ നഗ്നരായി കുളിക്കും. അപ്പോൾ അവർ പറഞ്ഞു, മൂസ തുണിയെടുത്ത് കുളിക്കാൻ കാരണം മൂപ്പരുടെ വൃഷ്ണത്തിനെന്തോ പ്രശ്നമുണ്ട്, അത് നമ്മൾ കാണാതിരിക്കാനാണെന്ന് പറഞ്ഞു. അതുപോലും പറഞ്ഞു വരുത്തി സ്വന്തം പ്രവാചകനെ കുറിച്ച്. അവസാനം ഒരിക്കൽ മൂസാ നബി സ്വലാം തുണി വെച്ച് കുളിക്കുന്ന സമയത്ത് അഴിച്ചുവെച്ച കല്ല് തുണിയുമായി ഓടിയെന്നാണ്. മൂസാ നബി തുണിയെടുക്കാൻ വേണ്ടി പുറകെ ഓടിയപ്പോഴാണ് ഇവര് നോക്കി മൂസാ നബിയുടെ വൃഷ്ണത്തിനുള്ള പ്രശ്നമുണ്ടോന്ന് മനസ്സിലായി. പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ പോലും സ്വന്തം പ്രവാചകനെ അപമാനിച്ച ഒരു സമൂഹം ലോകചരിത്രത്തിലുണ്ടെങ്കിൽ അത് ജൂതന്മാര് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ 2 വട്ടം കൊല്ലാൻ ശ്രമിച്ചില്ലേ? മക്കയിലെ മുസ്ലിംകൾ പ്രവാചകന്റെ ബദ്ധവൈരികളാണ്. പക്ഷെ ചതിച്ചു കൊല്ലാൻ അവർ തീരുമാനിച്ചിട്ടില്ല. നേർക്ക് നേരെ പ്രവാചകനെ കൊല്ലാനേ അബൂജഹൽ പോലും തീരുമാനിച്ചുള്ളൂ. പക്ഷേ യഹൂദ സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചതിച്ചു കൊല്ലാൻ തീരുമാനിച്ചവരാണ് 2 പ്രാവശ്യം. നബി തിരുമേനി പ്രവാചകൻ ഒരിക്കൽ അവർ ചർച്ചയ്ക്ക് വിളിച്ചു. യഹൂദ സമൂഹം ചർച്ചയ്ക്ക് വേണ്ടി അവരുടെ കോട്ടയിൽ പോയി പ്രവാചകൻ ഇങ്ങനെ ഒരു ഭിത്തിയിലേക്ക് ചാരിയിരിക്കുമ്പോ പുറകിൽ നിന്നൊരാൾ വലിയ കല്ലുമായി പ്രവാചകന്റെ ശരീരത്തിലേക്ക് കല്ലുരുട്ടി വിടാൻ ശ്രമിക്കുന്നു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിക്ക് വഹി കൊടുത്ത്, നബി എഴുന്നേൽക്കണം, അവിടെ എഴുന്നേൽക്കണം, പെട്ടെന്ന് മുകളിൽ നിന്ന് കല്ല് വരുന്നുണ്ട് തങ്ങളെ കൊല്ലാൻ വേണ്ടി. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു മാറി. അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന് വിഷം കൊടുത്തില്ല. സൈനബ് എന്ന് പറയുന്ന ജൂതപ്പെണ്ണ്. പ്രവാചകന് ആടിന്റെ കുറവ് ഇഷ്ടമാണ്, കൈക്കുറവ്. അതിൽ വിഷം കലർത്തി കൊടുത്തു. മനസ്സിലായി പ്രവാചകനത് അല്പം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മനസ്സിലായി. പ്രവാചകനത് കഴിച്ചില്ല. പിന്നീട് ആ പ്രദേശത്തുള്ള ജൂതന്മാരെ പ്രവാചകൻ വിളിച്ചു. എല്ലാ ജൂതന്മാരെയും വിളിച്ചു. എന്നിട്ട് അവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ ആദ്യം അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക, അതിന് നിങ്ങൾ സത്യസന്ധമായി മറുപടി നൽകണം. ആദ്യം ചോദിച്ചത് മൻ അബൂക്കും, നിങ്ങളുടെ വാപ്പയാരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ ഫുലാന് ഇന്നയാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ വാപ്പ അയാളല്ല, നിങ്ങളുടെ വാപ്പ ഇന്നയാളാണ്. നിങ്ങളുടെ വാപ്പ നിങ്ങൾ പറഞ്ഞ ആളല്ല, നിങ്ങളുടെ വാപ്പ ഇന്നയാളാണെന്ന് പ്രവാചകൻ തിരുത്തി പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ പറഞ്ഞ കള്ളമാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആദ്യം നരകത്തിൽ കിടക്കുന്നത് ആരായിരിക്കും നരകത്തിൽ കിടക്കുക? അപ്പൊ ഒരു പറഞ്ഞു, ഞങ്ങൾ കുറച്ചു നാൾ നരകത്തിൽ കിടക്കും ജൂതന്മാർ. ലൻ തമസ്സന നാറു ഇല്ല അയ്യാമും മഅദൂദ. ഖുർആൻ പറയുന്നുണ്ട് ജൂതന്മാരെ വിശ്വാസം, ഞങ്ങൾ കുറച്ച് ദിവസം മാത്രമേ നരകത്തിൽ കിടക്കുള്ളൂ, ഞങ്ങൾ നരകത്തിൽ പോകൂല. നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. ജൂതന്മാര് പടച്ചവന്റെ ഇഷ്ടക്കാരാണ്, അല്ലാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ നരകത്തിൽ പോകൂല. ഈ പോയാൽ തന്നെ ലൻ തമസ്സന നാറു ഇല്ല അയ്യാമും മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങളെ ഞങ്ങൾ നരകത്തിൽ കിടക്കൂ. അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ചു ദിവസം നരകത്തിൽ കിടക്കും, അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പകരം മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് ഇടും, പിന്നെ മുസ്ലിമീങ്ങൾ ശാശ്വതമായി നരകത്തിൽ കിടക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്സഉ ഫീഹാ, ഈ വർത്തമാനം ഇവിടെ പറയരുത്, നിങ്ങളായിരിക്കും ശാശ്വതമായി നരകത്തിൽ കിടക്കുക. ഒരിക്കലും നിങ്ങൾക്ക് പകരം കാലാകാലം ഈ സമൂഹം നരകത്തിൽ കിടക്കൂല. അപ്പോഴും ഒരു കള്ളം പറഞ്ഞു. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എനിക്ക് വിഷം തന്നത്?
അപ്പൊ അവര് പറഞ്ഞു, താങ്കൾക്ക് വിഷം തന്നതൊരു സ്ത്രീയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ജൂതന്മാരുടെ ഏകകണ്ഠമായ തീരുമാനമായിരുന്നു അങ്ങക്ക് വിഷം തരണമെന്നത്. അതെന്തിനായിരുന്നു? അങ്ങ് കള്ളപ്രവാചകനാണെങ്കിൽ അങ്ങയുടെ കഥ കഴിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങ് സത്യസന്ധനായ പ്രവാചകനാണെങ്കിൽ അങ്ങക്ക് ഈ വിഷം ഏൽക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ മുത്തു റസൂലിനെ പോലും ചതിച്ചു കൊല്ലാൻ തീരുമാനിച്ച ചതിയന്മാരുടെ കൂടാരമാണ് ഈ സയനിസം. അതുമായി മുസ്ലിമിന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. മുസ്ലിമിന്റെ ആജന്മ ശത്രുക്കളാണിവർ. അതുകൊണ്ട് ഇസ്രായേലി രാഷ്ട്രം പരിസരത്തുള്ള അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, അമേരിക്കയ്ക്ക് പോലും ഭീഷണിയാണ്. അമേരിക്കയ്ക്ക് പോലും ഒരു ഘട്ടത്തിൽ ഭീഷണിയാകി മാറുന്ന അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ എത്തിപ്പെട്ടു. അവിടെയാണ് ഇറാനിന്റെ പോരാട്ടത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ശത്രുരാജ്യം പരാജയപ്പെടേണ്ടതുണ്ട്. അതിന് ഇസ്ലാമിക രാജ്യങ്ങൾ ഐക്യത്തോടെ നിലനിൽക്കേണ്ടതുണ്ട്. എന്നാണോ ഇസ്ലാമിക ലോകത്ത് ഐക്യം നഷ്ടപ്പെട്ടത്, അന്നാണ് മുസ്ലിം സമൂഹം തോറ്റത്. അതുവരെ മുസ്ലിങ്ങൾ തോറ്റിട്ടില്ല. 10-11 നൂറ്റാണ്ടുകൾ ലോകത്തുണ്ടായ അത്ഭുതകരമായ ചില ചരിത്രങ്ങളുണ്ട്. 3 ഖിലാഫത്ത് ഒരേ സമയം വാണിരുന്ന കാലഘട്ടമാണ് 10-11 നൂറ്റാണ്ട്. ഒരു സമയത്ത് ഒരു ഖിലാഫത്തെ പാടുള്ളൂ, ഒരു ഖലീഫയെ പാടുള്ളൂ. പക്ഷെ അന്നുണ്ടായത് എന്താണ്? ബഗ്ദാദിൽ ഒരു ഖലീഫ, ഈജിപ്തിൽ ഒരു ഖലീഫ, അതുപോലെ സ്പെയിനിൽ ഒരു ഖലീഫ. 3 ഖലീഫമാർ ഒരേ സമയത്ത് ഭരണം നടത്തി. ഈജിപ്തിലുണ്ടായിരുന്നത് ഫാത്തിമി ഭരണകൂടമാണ്, ഷിയാക്കളുടെ ഭരണകൂടം. ചരിത്രത്തിൽ ഏക ഷിയ ഖിലാഫത്ത് നിലനിന്നിരുന്നത് ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടമാണ്. അതുപോലെ തന്നെ സ്പെയിനിലുണ്ടായിരുന്ന അമവി ഭരണകൂടം, അതുപോലെ ബഗ്ദാദിലുണ്ടായിരുന്ന അബ്ബാസി ഭരണകൂടം. ഈ 3 ഭരണകൂടങ്ങൾ, 3 ഖിലാഫത്തുകൾ ഒരേ സമയത്ത് മത്സരിച്ച് മുന്നേറി. ഒരു ഖലീഫയെ കാണാൻ പാടില്ല. അവർ തമ്മിൽ ശത്രുക്കളായി. ഇവര് ശത്രുക്കളാണെന്ന് മനസ്സിലാക്കിയപ്പോ തക്കം നോക്കിയിരുന്ന ശത്രു സമൂഹം വലവീശി. ഈ 3 ഖിലാഫത്തിന് നേരെ ശത്രുക്കൾ വലവീശി. ഫാത്തിമി ഖിലാഫത്തിനെ കടന്നാക്രമിച്ചു ശത്രുക്കൾ. അബ്ബാസി ഖിലാഫത്തിനെ താർത്താരികൾ കടന്നാക്രമിച്ചു. സ്പെയിനിലെ അമവി ഖിലാഫത്തിനെതിരെ പരിസരത്തുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കടന്നാക്രമിച്ചു. 3 ഖിലാഫത്തും തകർന്നു. എന്തുകൊണ്ട്? ഇവര് തമ്മിൽ അനൈക്യം ഉണ്ടായതുകൊണ്ട്. ആ സമയത്ത് ഇന്ത്യയിൽ മുഹമ്മദ് ബിൻ കാസിമും മുഹമ്മദ് ഗസനവിയും നിർമ്മിച്ച മുഗൾ ഖിലാഫത്ത്, മുഗൾ ഭരണകൂടം നാഥനില്ലാതെ വട്ടം തിരിയുകയായിരുന്നു. മുഈനുദ്ദീൻ ജസ്സി സമയത്ത് ഇന്ത്യയിലുള്ള കാലഘട്ടം. ഇന്ത്യയിലെ ഭരണകൂടത്തിന്, മുഗൾ സാമ്രാജ്യത്തിന് നാഥനില്ല. ആ സമയത്താണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കടന്നാക്രമണം നടത്തി ഇന്ത്യയുടെ ഭരണം പിടിക്കുന്നത്, ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ആരംഭിക്കുന്നു. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ അന്ന് ഇന്ത്യയിലെ പണ്ഡിതന്മാർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിമകളായിരുന്നു. ഭരണകൂടം തെറ്റ് ചെയ്തപ്പോ തിരുത്താൻ പണ്ഡിതന്മാർ തയ്യാറായില്ല. അവർ കാശിന്റെ പുറകെ പോയി, ഭരണകൂടത്തെ തിരുത്തിയില്ല. അങ്ങനെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്താകമാനമുള്ള ഈ ഭരണകൂടത്തിന് ഖിലാഫത്തുകൾക്ക് അന്ത്യം കുറിക്കാനുണ്ടായ കാരണം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ അനൈക്യമാണ്, പ്രത്യേകിച്ച് ഖലീഫുമാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, യുദ്ധം വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടുകയാണ്. യുദ്ധം നീണ്ടു നിൽക്കാൻ പാടില്ല. യുദ്ധങ്ങൾ എന്നും നഷ്ടം തന്നെയാണ്. യുദ്ധം അവസാനിക്കണം. യുദ്ധം മുഖേന കഷ്ടപ്പെടുന്ന ആയിരക്കണക്കായ മനുഷ്യന്മാരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്, ജീവൻ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷേ ഒരു പരമാധികാരി രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിന്റെ സേനാനായകനെയും ആ രാജ്യത്തെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഇല്ലായ്മ ചെയ്ത് ഇറാനിന്റെ ഭരണകൂടത്തെ വരെ അട്ടിമറിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഈ പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നീങ്ങാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയണം. അങ്ങനെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഫലസ്തീനികളിൽ ഈ ചെയ്ത ക്രൂരത. എന്താണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ്? നമ്മൾ ഈ ജുമാ നമസ്കരിക്കുന്ന സമയത്തും ഒരേ സമയത്ത് ഇറാനിലേക്കും അതേ സമയത്ത് ഗസയിലെ നിരപരാധികളായ മനുഷ്യന്മാർക്ക് നേരെയും മിസൈൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഈ ക്രൂരന്മാർക്കെതിരെ മൗനം പാലിക്കാൻ പാടില്ല. അത് ഷിയാബന്ധമല്ല, ഷിയാക്കളോടുള്ള സ്നേഹവുമല്ല. വിശുദ്ധ ഖുർആൻ ഫാത്തിഹ സൂറത്തിൽ അതിന്റെ അവസാനം 2 ശത്രുക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടൊന്നും എനിക്കറിയില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ, ഞങ്ങൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിൽ ഞങ്ങളെ പെടുത്തരുത്, വലല്ലാലീനിൽ ഞങ്ങളെ പെടുത്തരുത്. ഒന്ന് ജൂതന്മാരാണ്, മറ്റൊന്ന് ക്രൈസ്തവരാണ്. ആദ്യം അള്ളാഹു എടുത്തു പറഞ്ഞത് ജൂതന്മാരുടെ പേരാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹിന്റെ കോപം ലഭിച്ചവരാണവർ, അള്ളാഹു കോപിച്ചവരാണവർ. അള്ളാഹിന്റെ കോപം ലഭിച്ചൊരു സമൂഹമാണ് ജൂതന്മാർ. ക്രിസ്ത്യാനികൾ വഴിതെറ്റിപ്പോയിന്നേ ഉള്ളൂ.
വഴി തെറ്റിപ്പോയതുകൊണ്ട് അള്ളാഹിലേക്ക് എത്തിയില്ല. ജൂതന്മാരങ്ങനെ വഴി തെറ്റിയെന്ന് മാത്രമല്ല, അള്ളാഹിന്റെ കോപം സമ്പാദിച്ചൊരു വിഭാഗമാണ് ജൂത സമൂഹം. ആ സമൂഹം ലോകത്ത് ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ, മുസ്ലിം സമുദായത്തോടും ലോക സമൂഹങ്ങളോടും ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്കെതിരെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നടക്കുന്ന യുദ്ധം അതൊരു സമാധാനപരമായി അവസാനിക്കാൻ വേണ്ടി, അത് അവസാനിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങി വരാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുക. അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനം പശ്ചിമേഷ്യയിൽ നിലനിർത്തുമാറാകട്ടെ. അതിന് അനുകൂലമായി ചിന്തിക്കാൻ ഇസ്രായേലിനും ഇറാനിനും അതിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്ത് അള്ളാഹു സമാധാനം നിലനിർത്തുമാറാകട്ടെ. ഗസയിലെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് അള്ളാഹു ആശ്വാസം പ്രദാനിക്കുമാറാകട്ടെ. ശത്രുവിനെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.